ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? പിന്നെ ഇന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് ഡെയിലി ലൈഫിൽ എല്ലാവരും പോലെ തന്നെ ഞാനും ഒരു കുറേ പ്രോഡക്ട്സ് ഒക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ നമുക്ക് അടുക്കളയത്തെ പണിയൊക്കെ എളുപ്പമാവാനും വൃത്തിയായിട്ട് ചെയ്യാനും. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിക്കാം. നിങ്ങൾ നോക്കി നോക്കൂ, നിങ്ങൾക്കും കുറേയൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഉപയോഗിക്കുന്നതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പുതിയ പ്രോഡക്ട്സ് ഒക്കെ പരിചയപ്പെടുകയും ചെയ്യാം. നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ വാങ്ങിക്കുകയും ചെയ്യാമല്ലോ. അപ്പം ഞാൻ ആദ്യം കാണിക്കുന്നത് നമ്മളൊക്കെ ഈ പാത്രം കഴുകുമ്പോൾ ഉപയോഗിക്കുന്ന ഈ സ്കോറിംഗ് പാഡാണ് ഈ കാണുന്നതൊക്കെ. ഈ ടൈപ്പൊക്കെ ഇപ്പോൾ ഈ കണ്ട ടൈപ്പ് ഈ ടൈപ്പ് പിന്നെ ഇങ്ങനത്തെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഈ സ്കോറിംഗ് പാഡ് ഇതൊക്കെ നമ്മൾ പിന്നെ ഇതിപ്പോൾ റീസെൻ്റ്ലി ഇങ്ങനെ ഓൺലൈനിലൊക്കെ വന്നു തുടങ്ങിയൊരു സാധനമായിരുന്നു. നല്ല ഇതൊക്കെ പോകുമെന്ന് പറഞ്ഞിട്ട് നല്ല കരി പിടിച്ച സാധനം വരെ പോകുമെന്ന് പറഞ്ഞിട്ട്, പക്ഷെ അത് അത്രക്കൊന്നുമില്ല. അപ്പം അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിൻ്റെ ഒരു ഫേവറേറ്റ് സാധനമാണ്. ഇതിപ്പോൾ ഞാൻ കുറേ നാളായിട്ട് എനിക്ക് തോന്നുന്നു 1-2 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിങ്ങനെ അത്യാവശ്യം ടിഷ്യൂ റോള് പോലെ വലിയൊരു വലിയ കുറച്ചും കൂടി തടിയുള്ള റോളായിരുന്നു. അപ്പം ഞാൻ ഉപയോഗിച്ച് തീരാറായതാണ്. അപ്പം ഞാൻ വിചാരിച്ചത് ഇത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിക്കാമെന്ന്. ഇതൊരു ഒരു പേപ്പർ പോലെ ടിഷ്യൂ റോള് പോലെ ഉള്ളതാണ്. അപ്പം നമുക്കിങ്ങനെ ഓരോ പീസായിട്ട് അതിങ്ങനെ പറിച്ചെടുക്കാം. ആവശ്യത്തിന്. എന്നിട്ട് നമുക്ക് ഒന്ന് ഉപയോഗിച്ചാൽ പ്ലേറ്റ്, ഗ്ലാസ് അങ്ങനെയൊക്കെയുള്ള പ്രത്യേകിച്ച് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴുകാൻ വേണ്ടി ഇത് നല്ലതാ. മറ്റുള്ള പോലെ അത്ര റഫല്ല. ഇത് നമ്മളൊരു തുണി കൊണ്ടോ അങ്ങനെ ഒരു റഫായിട്ടുള്ള ഒരു തുണി കൊണ്ടൊക്കെ നമ്മളെങ്ങനെ കഴുകുന്നു അങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനമാണിത്. ഇനിയിപ്പോൾ ഇത് നമുക്ക് എവിടെയെങ്കിലും പുറത്ത് നമ്മളൊരു സ്റ്റേക്കേഷനൊക്കെ പോവുകയാണെങ്കിൽ ഒരു ദിവസം നിൽക്കാനോ എന്തെങ്കിലും ഫുഡൊക്കെ പുറത്തുനിന്ന് ഉണ്ടാക്കി കഴിക്കാനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഇത് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ടിഷ്യൂ പേപ്പർ പോലെ ടവല് പോലെ അങ്ങനെ മടക്കി കണ്ടോ ഇതുപോലെ മടക്കി നമുക്ക് ബാഗിൽ വെച്ചിട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. നമ്മളിപ്പം എവിടെയെങ്കിലും താമസിച്ച് കുക്ക് ചെയ്യാനും അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ള യാത്രയിലൊക്കെ ഇതൊന്ന് ബാഗിൽ വെച്ചാൽ മതി. ഇത് നമുക്ക് ഒന്നെടുത്താൽ നമ്മളെ ഓരോരുത്തരുടെ ഉപയോഗത്തിനനുസരിച്ചിട്ട് 2 ആഴ്ച 3 ആഴ്ചയൊക്കെ ഈ ഒരു ഇത് പോകും. യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നമുക്ക് കണ്ടോ ഇങ്ങനെ ഗ്ലാസും പ്ലേറ്റ് ഇതൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് നല്ലതാണ്. നല്ലൊരു റഫായിട്ടുള്ളൊരു ടിഷ്യൂ പേപ്പർ പോലാണ് അത് കാണാൻ. പക്ഷെ നല്ല ഇതാണ്, പെട്ടെന്ന് കീറിപ്പോവുകയൊന്നുമില്ല. അപ്പം അത് കഴിഞ്ഞു. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റിൽ പറയണേ. പിന്നെ ഇതിപ്പോൾ വേറെ ഇത് നിങ്ങളിപ്പം ആമസോണിലും അങ്ങനെയൊക്കെ കുറേ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ടേപ്പ്. ഇത് എന്താണ് സീലിംഗ് ടേപ്പാണ്. വാട്ടർ പ്രൂഫാണ്. പിന്നെന്താ ഈ പൂപ്പലൊന്നും പിടിക്കൂല എന്നാണ് പറയുന്നത്. ഇപ്പം അതായത് ഈ ബേസിൻ്റെ ഇവിടെ അല്ലെങ്കിൽ നമ്മളെ ഈ ക്ലോസറ്റിൻ്റെ ഒക്കെ താഴെ വരുന്ന ഭാഗത്ത് ജോയിൻസിലൊക്കെ ഇതങ്ങനെ ഈ ഭാഗത്ത് കണ്ടോ നമ്മൾ ഈ സിലിക്കോണാണ് ഇപ്പോൾ ഇത് വെച്ചിട്ടുള്ളത്. അപ്പം എങ്ങനെ ആയാലും അവിടെ ഒരു കറുപ്പ് നിറം വരും. പക്ഷേ ഈ ടേപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനത്തെ കറകളോ പൂപ്പലോ ഒന്നും വരില്ല എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഏതായാലും ഇത് റീസെൻ്റ്ലി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് ഒട്ടിക്കുമ്പോൾ നമ്മൾ ആ ഏരിയ നനവ് ഇല്ലല്ലോ എന്ന് പ്രത്യേകം ഒന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. നല്ലോണം ഉണങ്ങിയ ഏരിയയിൽ മാത്രമേ ഒട്ടിക്കാൻ പാടുള്ളൂ. ഒട്ടിക്കുമ്പോൾ നല്ലോണം ഇങ്ങനെ ആ ഒരു ഏരിയ ആ ലൈനായിട്ട് ഇങ്ങനെ അവിടെ നമ്മൾ കണ്ടല്ലോ ടേപ്പിൽ അതിങ്ങനെ സെൻറ്ററിൽ നല്ല പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം. ഇനി കുറച്ച് ഒട്ടൽ കുറവാണ്, തണുത്ത് കിടക്കുന്ന ഏരിയ ആണെങ്കിൽ നമുക്ക് ഹെയർ ഡ്രയർ കയ്യിലുണ്ടെങ്കിൽ ഹെയർ ഡ്രയറിൻ്റെ ആ ഒരു ചൂട് അടിച്ചു കൊടുത്താൽ നല്ലോണം അങ്ങ് സ്റ്റിക്ക് ആയിക്കോളും. ഇനി അടുത്ത സാധനം പറയാനുള്ളത് നമ്മൾ മീനൊക്കെ മുറിക്കുമ്പം ചെതുമ്പലുള്ള മീനുകൾ ഇതിൻ്റെ ചെതുമ്പലൊക്കെ നന്നായിട്ട് പോക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം നല്ല ഹെൽപ്പാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുമോ ഇല്ലെങ്കിൽ ഒന്ന് വാങ്ങി വെക്കുന്നത് നല്ലതാണ്. കാരണം ചെതുമ്പലുള്ള മീൻ നമ്മൾ കത്തി വെച്ച് ഇങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനെ എല്ലാ സ്ഥലത്തേക്കും അത് തെറിക്കും. ഇതാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഏരിയ താഴെ തന്നെ കിടന്നോളും. ഇങ്ങനെ ഇത് വെച്ച് ഇങ്ങനെ മാന്തി കൊടുത്താൽ പെട്ടെന്ന് അതിൻ്റെ ചെതുമ്പൽ നമ്മൾ കത്തി കൊണ്ട് ആക്കുന്നതിനെക്കാട്ടിലും നല്ല സ്പീഡിൽ വരും. അപ്പോൾ ഇങ്ങനത്തെ ഒന്ന് വാങ്ങി വെച്ചാൽ നല്ലതായിരിക്കും. ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് നമ്മളെ ബേസിനിൽ നമ്മൾ ഈ സ്കോറിംഗ് പാഡൊക്കെ പാത്രം കഴുകിയിട്ട് സ്പോഞ്ചൊക്കെ പിഴിഞ്ഞ് വെക്കുന്ന ഈ ഒരു ട്രേ ആണ്. ഇത് നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ, ഇത് കുറേ നാൾ മുമ്പേ ആമസോണിലൊക്കെ ഇറങ്ങിയിരുന്നതാണ്. ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. പക്ഷേ എന്നാലും ഇത് നല്ല ക്വാളിറ്റിയാണ്. നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് എത്ര നാളായാലും ഇപ്പോഴും അത് പുതിയതുപോലെ ഇരിക്കും. എപ്പോഴും നമ്മളൊന്ന് കഴുകി കൊടുത്താൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഊരിയിട്ട് കഴുകി കൊടുത്തു കഴിഞ്ഞാൽ നല്ല പുതിയതുപോലെ തിളങ്ങി നിൽക്കും. അപ്പോൾ ഇത് നല്ലൊരു സാധനമാണ്. നമ്മൾ ഈ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞാൽ നമുക്കത് ഇങ്ങോട്ടും മുഴുവൻ ഇത് പിഴിഞ്ഞ് അതിൽ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ അമർത്തി പിഴിഞ്ഞാലും അതിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒലിച്ചു പോവാത്ത എന്തെങ്കിലും ഒരു പാത്രത്തിലാണ് അത് വെക്കുന്നുണ്ടെങ്കിൽ പിന്നെ അതൊരു ചീത്ത സ്മെല്ലായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഇതിലാവുമ്പോൾ നല്ല എല്ലാ വെള്ളവും നമ്മൾ അടുത്ത പ്രാവശ്യം പാത്രം കഴുകാൻ വരുമ്പോഴത്തേക്ക് ഇതിലത്തെ വെള്ളമൊക്കെ ഉറ്റി പോയി നല്ല ഡ്രൈ ആയിട്ടുണ്ടാവും. അപ്പം നല്ലതാണിത്. നമ്മൾ ഇത് കഴുകൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വെള്ളം മുഴുവനായിട്ടും
ആ ബേസിനിലേക്ക് തന്നെ അങ്ങനെ ഉറ്റിപ്പോയിക്കോളും. അപ്പോൾ അത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. നിങ്ങളെ കയ്യിലുണ്ടോ? ഇത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. പക്ഷേ ഇങ്ങനത്തെ പല പല മോഡലും അതിനുശേഷം പ്ലാസ്റ്റിക്കിൻ്റെതും ഇങ്ങനെ കൊട്ട പോലെ ഇങ്ങനെ അവിടെ തൂക്കുന്നത്, പൈപ്പിൻ്റെ അവിടെ ആ ടേപ്പിൻ്റെ അവിടെ തൂക്കുന്നതും അങ്ങനത്തെ സാധനങ്ങളൊക്കെ പിന്നെ ഒരുപാട് മോഡൽസ് ഇറങ്ങിയിരിക്കുന്നു. പക്ഷേ ഈ ഒരു ഇതിന് കവച്ച് വെക്കാൻ അതിനൊന്നും എന്തായാലും പറ്റൂല. കാരണം ഞാനൊരെണ്ണം വേറെ പ്ലാസ്റ്റിക്കിൻ്റെത് ഇതേപോലെ ഇങ്ങനെ തൂക്കിയിടുന്ന ടൈപ്പ് ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ തൂക്കിയിട്ട് ബേസിനിലേക്ക് തൂക്കിയിടുന്ന. അപ്പോഴൊക്കെ വെറുതെ ആ ഒരു ഏരിയയിൽ സ്ഥലം നമുക്ക് എന്താ പറയാ പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ അതൊക്കെ ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് അവിടെ നിൽക്കുന്നേ ഉള്ളൂ. അതല്ല അതിൽ അത്ര തന്നെ ഫ്രഷ് ആയി നിൽക്കുന്നില്ല. ഇങ്ങനെ ആയാലും അവിടെ അവിടെ അങ്ങനെ വെള്ളം നിൽക്കും. അപ്പൊ ഇതിനെ വെല്ലാൻ വേറെ അതിനൊന്നും പറ്റൂല. അപ്പൊ ഇതൊരു അടിപൊളി സാധനമാണ്, എല്ലാവരും വാങ്ങിക്കൊണ്ടു. പിന്നെ ഇതൊരു ഹാമറാണ്. ഹാമർ നമുക്ക് മീറ്റൊക്കെ നല്ല അടിച്ച് ഒരു എന്താ പറയുക പദം വരുത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ചിക്കൻ ബ്രസ്റ്റ് ഒക്കെ വെക്കുമ്പോഴാണ്. ചിക്കൻ ബ്രസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഭയങ്കര ഒരു മരവിച്ച പോലെ നിൽക്കുന്ന ഒരു പീസാണല്ലോ. അപ്പൊ നമ്മൾ ഇതുപോലെ നല്ല ഇത് വെച്ചിട്ട് നല്ല അടിച്ചടിച്ചാണെങ്കിൽ ഇങ്ങനെ പുറത്ത് ഒന്നും കേടാവുകയില്ല. അതായത് സ്കിന്നൊന്നും പൊഴിഞ്ഞും പോരൂല. പക്ഷെ നന്നായിട്ട് ഉള്ളിലത്തെ മാംസമൊക്കെ നല്ല ഇതായിട്ടുണ്ടാവും, സോഫ്റ്റ് ആയിട്ടും ഉണ്ടാവും. അപ്പൊ ചിക്കൻ വേവിക്കാനായിട്ടും നല്ലതാണ്. പിന്നെ ഈ ഒരു സാധനം നമുക്ക് ചൂടുള്ള പാത്രങ്ങളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങാൻ കിട്ടുന്ന സാധനമാണിത്. ഇത് കുറച്ച് തിന്നായിരിക്കും, എന്നാലും കുഴപ്പമില്ല, നല്ല ഇതായിട്ട് യൂസ് ചെയ്യാം. ഇത് എങ്ങനെ വീട്ടിലെങ്ങനെ അത് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് ഞാൻ എൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. പാർട്ട് 1 സ്റ്റിച്ചിങ് വീഡിയോ ഇങ്ങനെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ഇതിട്ടിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് ഏപ്രൺ ആണ്. ഇത് നല്ല പുറത്ത് പ്ലാസ്റ്റിക്കിന്റെ കോട്ടിംഗ് ഉള്ള ഏപ്രൺ ആണ്. അപ്പം ഇതുപോലുള്ള ഇതാകുമ്പോൾ നമുക്ക് പാത്രം കഴുകുമ്പം അങ്ങനെ നനയുന്ന എന്ത് ഏർപ്പാടുകൾ ഉണ്ടെങ്കിലും ഇത് ഈ ഏപ്രൺ ഉപയോഗിച്ചിട്ട് നമുക്ക് പണികൾ എടുക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മളെ ഡ്രസ്സൊന്നും അഴുക്കാവുകയില്ല. ഇത് പിന്നെ ഒരു തുണിൻ്റെ ഇത് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തതാണ്. ഇതുപോലത്തെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ഇതിന്റെ വീഡിയോയും അതിന്റെ ലിങ്കും ഞാൻ ഇതിന്റെ കൂടെ ഇടുന്നതാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കാണാം. അതിലും ഞാൻ ഇതൊക്കെ എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ള വീട്ടിലെങ്ങനെ ചെയ്യാന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് ഉണ്ടാവും, നമ്മളെ ഡ്രസ്സൊന്നും അഴുക്കാവില്ല. പിന്നെ ഈ ഒരു സാധനം വാങ്ങിക്കാൻ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ്. ഇതിന്റെ വീഡിയോന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി, സ്റ്റിച്ചിങ് വീഡിയോസിൽ നിങ്ങൾക്ക് കാണാം. പിന്നെ ഇതും നല്ലൊരു ഇതാണ്. കോട്ടൺ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് കോട്ടൺ തുണിയാണ് ഈ പുറത്ത് ഭാഗത്ത് കാണുന്നത്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിന്റെ ഹാൻഡിൽ അഴുക്കാവില്ല. പിന്നെ ഈ ഒരു റോള് ഇതും നല്ലൊരു സാധനമാണ്. ഇത് നമുക്ക് കബോർഡിലും ഒക്കെ നമുക്ക് കിച്ചണിൽ നമുക്ക് ബെഡ്റൂമിലത്തെ കബോർഡല്ല, ഈ കിച്ചണിലുള്ള കബോർഡിലെ ഡ്രോയിലൊക്കെ നമുക്കതൊന്ന് താഴെ വിരിച്ചിട്ട്, അതായത് അതിൽ നമ്മൾ സാധനങ്ങൾ വെക്കുന്ന മുന്നേ ഇതൊന്ന് വിരിച്ചിട്ടാകുമ്പോൾ എന്താ വെച്ചാൽ കബോർഡ് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ചളി പിടിക്കില്ല. നമുക്ക് ഇടയ്ക്കൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഈ ഒരു പേപ്പർ എടുത്തിട്ട് ഈ ഒരു സാധനം എടുത്തിട്ട് ക്ലീൻ ആക്കിയാൽ മതി. ഇത് അങ്ങനെ കേടാവുന്ന സാധനമല്ല, കുറേ നാൾ നിൽക്കുന്ന സാധനമാണ്, അങ്ങനെ കേടാവുകയില്ല. അപ്പം അങ്ങനെ ഡ്രോയിലേക്ക് ഇത് വിരിച്ചിട്ട് നമ്മൾ സാധനങ്ങൾ വെക്കാം. അപ്പം എന്താ വെച്ചാൽ ഇടയ്ക്കൊന്ന് ഇത് തട്ടി കൊടുത്താൽ മതി. ഇതങ്ങനെ നീങ്ങി നീങ്ങി കളിക്കൊന്നുമില്ല. അതിൻ്റെ അടിയിൽ ഒരു പ്രത്യേക ഒരു ടൈപ്പ് ഒരു മെറ്റീരിയലാണ്. നമുക്ക് എന്താ പറയുക, ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ അതവിടെ നീങ്ങാതെ അങ്ങനെ നിൽക്കും. ഈ കബോർഡിൻ്റെ ഉള്ളിൽ ഒക്കെ അതാണ് ഞാൻ വെക്കുന്നത്. പിന്നെ നമുക്ക് ഫ്രിഡ്ജിലാണെങ്കിലും ഇങ്ങനെ നമ്മൾ ഡയറക്റ്റ് ആണല്ലോ സാധാരണ നമ്മൾ ഓരോ സാധനങ്ങളും വെക്കുന്നത്. അപ്പോൾ അതൊക്കെ വെക്കുമ്പോഴും ഡയറക്റ്റ് പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതെടുത്ത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരും. അപ്പം എന്താ, ഇത് നമുക്ക് ആവശ്യത്തിനുള്ള മെഷർമെന്റിൽ കട്ട് ചെയ്തിട്ട് അവിടെ വെച്ചാൽ ഈ സാധനങ്ങളൊക്കെ നിൽക്കുമ്പോഴുള്ള ആ കറ ആ ഫ്രിഡ്ജിൽ വരാണ്ടിരിക്കും. അപ്പം നമുക്കാണെങ്കിൽ ഇടയ്ക്ക് ക്ലീൻ ചെയ്യാൻ ആ ഒരു ഷീറ്റ് മാത്രം എടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. ഇതും നല്ലൊരു അടിപൊളി സാധനമാണ്, നിങ്ങൾ വാങ്ങിച്ചോളൂ. അത്ര വിലയുള്ള സാധനങ്ങളൊന്നുമല്ല, ഇതൊക്കെ അത്ര വിലയില്ലാത്ത സാധനങ്ങളാണ്. പിന്നെ ഇത് നമുക്ക് ചപ്പാത്തി പരത്തുന്നതിനുള്ള മാറ്റാണ്. ഇത് ഞാൻ ആദ്യം ഇപ്പോൾ കുറേ നാളായിട്ട് 2 വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഒരു മാറ്റ്. നല്ല സോഫ്റ്റ് ആണ്, തുണി പോലെ ഇരിക്കുന്ന ഒരു മാറ്റാണ് അത്. അപ്പോൾ അത് ഏകദേശം അത് കേടായി തുടങ്ങിയപ്പോൾ ഞാനിപ്പോൾ ഒരു പുതിയത് വാങ്ങിച്ചതാ. അപ്പോൾ അത് ഇപ്രാവശ്യം ഇത് രണ്ടും ഞാൻ തെമൂന്ന് വാങ്ങിയതാണ് ഓൺലൈനിൽ. അപ്പോൾ ഇത് നല്ല നല്ല സ്ട്രോങ് ആയിട്ട് നല്ല കുറച്ചൊരു ഹെവി ആയിട്ടൊക്കെ ഉണ്ട്. കുറച്ചും കൂടെ അതിൻ്റെ അടിഭാഗമൊക്കെ ഒരു സ്റ്റിക്കി ഒരു ഫീലിംഗും ഉണ്ട്. അതായത് നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്റ്റിക്കി ആവും. ഇത് അത്യാവശ്യം അതിൻ്റെ മെഷർമെന്റ് കണ്ടോ, ഇത് കുറച്ച് സൈസ് അതിനേക്കാളും കൂടുതലുമാണ്. നല്ലൊരു കനമുണ്ട് ഇതിന്, കണ്ടോ, അങ്ങനെ ചുരുട്ടി പിടിക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു ക്വാണ്ടിറ്റി. മറ്റേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തുണി പോലെ അങ്ങ് ചെറുതായി പോവാണ്. ഇത് കണ്ടോ, അതിന് നല്ലൊരു അടിഭാഗം ഒരു നല്ല സ്റ്റിക്കി ഫീലിംഗ് ഉണ്ട്. ഇത് ചില സമയത്ത് ഇതിൻ്റെ ഉള്ളൊരു കുഴപ്പം
ഇങ്ങനെ നമ്മൾ പരത്താൻ തുടങ്ങി കഴിയുമ്പോൾ ഇതിങ്ങനെ ചുളിയാൻ തുടങ്ങും. അപ്പം ചപ്പാത്തി ഇങ്ങനെ പരത്തുമ്പോൾ ആ ഒരു നീറ്റായിട്ട് ചിലപ്പം ഇതാവില്ല. ഇടയ്ക്ക് ഇങ്ങനെ ചുളിയുമ്പോൾ നമുക്കതൊരു ഡിസ്റ്റർബൻസ് ആണ്. പക്ഷെ ആ ഡിസ്റ്റർബൻസ് ഇല്ലാതെയും തന്നെ ഞാൻ ഇത്രയും നാൾ അത് ഉപയോഗിച്ചത് ഒന്ന് നല്ലോണം കൗണ്ടർ ടോപ്പിൽ സ്റ്റിക്ക് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കൗണ്ടർ ടോപ്പ് ഒന്ന് നനച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു നനവുണ്ടാകുമ്പോൾ ഇതങ്ങ് നല്ല ഫ്ലാറ്റ് ആയിട്ട് നമ്മൾ ഉണങ്ങി കിടക്കുന്ന കൗണ്ടർ ടോപ്പ് ആണെങ്കിൽ ഒന്ന് ഇങ്ങനെ ഒന്ന് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ എന്നിട്ട് അതിൻ്റെ മേലെ ഇത് വിരിച്ചാൽ മതി. അപ്പം നല്ലതങ്ങ് അവിടെ പറ്റി അവിടെ നിന്നോളും. അപ്പോൾ നമുക്ക് നല്ലതായിട്ട് ഉപയോഗിക്കാം. ഇതിപ്പോൾ ഞാൻ എന്തോ ഒരു കത്തി അവിടെ ഒന്ന് തട്ടിയിട്ട് ഇതൊന്ന് കേടായി തുടങ്ങിയത് കൊണ്ടാണ് പുതിയത് വാങ്ങിച്ചത്. പക്ഷേ അത് വാങ്ങിയത് നല്ല അടിപൊളി സാധനമാണ്. നല്ലൊരു ഏരിയ തന്നെ, നല്ല അത്യാവശ്യം വലിപ്പമുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഇതിൽ തന്നെ നമുക്ക് ഈ മറ്റേ ടൈപ്പ് നമ്മളെ പത്തിരി ഒക്കെ പരത്തുന്ന പലകയാണെങ്കിൽ ആ പത്തിരി പലക മാത്രം വൃത്തിയുണ്ടാവും. പിന്നെ അതിന് ചുറ്റിലും നമ്മൾ പൊടിയൊക്കെ കൂട്ടി ആക്കുമ്പം പൊടികളൊക്കെ വീഴുന്നുണ്ടാവും. പിന്നെ വേറെ പാത്രം നമുക്ക് ചപ്പാത്തി പരത്തി വെക്കാൻ, മാവ് ഉരുളകളാക്കി വെക്കാനൊക്കെ വേണം. ഈ ഒരു ഷീറ്റാകുമ്പോൾ ഇതെല്ലാം ഒരു ഓൾ പർപ്പസ് ഒരു ഷീറ്റായിട്ട് ഇതിനെ നമുക്ക് ഉപയോഗിക്കാം. എല്ലാം ഇതിൽ തന്നെ കണ്ടോ. ചപ്പാത്തിയൊക്കെ പരത്തി 2 3 ചപ്പാത്തികളൊക്കെ നമുക്ക് ഇങ്ങനെ പരത്തി പരത്തി അവിടെ വെക്കാനും സ്ഥലമുണ്ട്. ഇനി അടുത്തത് പരത്താനുള്ള സ്ഥലമുണ്ട്. പരത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമുണ്ട്. പിന്നെ ആണെങ്കിൽ ആ പൊടിയും ചപ്പാത്തിക്ക് കൂട്ടാനുള്ള ആ പൊടിയൊക്കെ നമുക്ക് ഈ ഒരു ഷീറ്റിൽ തന്നെ. അപ്പം എന്ത് വൃത്തികേടും പൊടികളും എല്ലാം ആവുന്നത് എല്ലാം ഈ ഷീറ്റിൽ തന്നെ ആവുകയും ചെയ്യും. അത്യാവശ്യം നല്ലോണം അത് സ്റ്റിക്കായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു സാധനമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരത്തൽ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ആ ഷീറ്റും അങ്ങോട്ടെടുത്ത് ക്ലീനാക്കിയാൽ മതി. ഇപ്പോൾ ഇത് നല്ലൊരു അടിപൊളി ആയിട്ടാണ്. ഇല്ലാത്തവരുണ്ടെങ്കിൽ വാങ്ങിച്ചുകൊണ്ടു. പിന്നെ അടുത്തതാണ് നമുക്ക് എയർ ഫ്രയർ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ ഒരു സാധനം നല്ലതാണ്. ഇത് നല്ലൊരു അടിപൊളി ഒരു പേപ്പറാ അത്. ബട്ടർ പേപ്പർ ആണോന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ എന്തോ ഒരു നല്ല മൊരിമൊരാന്നിരിക്കുന്ന ഒരു പേപ്പർ. നല്ലൊരു രസമുള്ള പേപ്പറാണത്. അപ്പോൾ അത് ഇങ്ങനെ നമ്മൾ എയർ ഫ്രയറിൽ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ മുമ്പേ ഇങ്ങനെ വെച്ച് കൊടുത്താൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ താഴെയുള്ള ട്രേയിൽ നമ്മളിപ്പോൾ എന്താ ഈ ചിക്കൻ പോലെയുള്ള സാധനങ്ങളൊക്കെ വെക്കുമ്പം അതിൻ്റെ നീരോ എണ്ണയൊക്കെ ഒലിച്ചിട്ട് ആ താഴെ ഭാഗം അങ്ങനെ കേടാവില്ല. എല്ലാം അതിൽ തന്നെ നിന്നോളും. അപ്പോൾ ചിക്കൻ ആണെങ്കിൽ നല്ല ചിക്കൻ ബ്രസ്റ്റ് പീസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുക്ക് ചെയ്യാൻ വെക്കുമ്പോൾ ഈ ഒരു സാധനം വെച്ചാൽ നല്ലതാണ്. കാരണം അങ്ങനെ പറ്റ ഡ്രൈ ആവാതെ അതിൻ്റെ എന്താ പറയുക, ആ ചിക്കനിൽ നിന്ന് വരുന്ന എണ്ണയും അതൊക്കെ അതിൽ തന്നെ നിൽക്കുമ്പം കുറച്ച് വെറ്റായിട്ട് തന്നെ അങ്ങനെ നിന്നോളും. ബ്രസ്റ്റ് പീസൊന്നും അങ്ങനെ ഡ്രൈ ആവില്ല. അപ്പം ഞാനിത് പിസ്സ ഒക്കെ ഉണ്ടാക്കാനൊക്കെ ആണ് ഉപയോഗിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ പിസ്സ ഉണ്ടാക്കുമ്പോൾ ആ ബ്രെഡ് വല്ലാണ്ടങ്ങ് ഡ്രൈ ആയി പോവില്ല ഈ ഒരു സാധനം വെച്ചിട്ടാകുമ്പോൾ. ഇതിങ്ങനെ പല സൈസിലും അവൈലബിൾ ആണ്. ഓരോരുത്തർ എയർ ഫ്രയറിൻ്റെ വലുപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു സൈസ് നോക്കിയിട്ട് വാങ്ങാം. ഇനി അടുത്ത സാധനം ഗ്ലൗസ് ആണ്. നമ്മൾ ഈ വിനൈൽ ആ ഒരു ടൈപ്പ് ഗ്ലൗസ് ആണ്. ഇത് ഒക്കെ എന്തിനാന്ന് വിചാരിക്കും. പക്ഷെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. ഇതൊക്കെ ഒരു ബോക്സ് വാങ്ങി വെച്ചാൽ കുറേ നാളിലേക്ക് അത് സാധനം വീട്ടിൽ കാണും. അപ്പം ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ അരിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പം അരിമാവ് നമ്മൾ വാട്ടിയിട്ട് അരിപ്പൊടി വാട്ടിയിട്ട് ചൂടോടെ കുഴയ്ക്കണം. അപ്പം ഈ ചൂടോടെ കുഴയ്ക്കുമ്പോൾ കയ്യിൽ തട്ടുമ്പോൾ നമുക്ക് പൊള്ളും. അപ്പം ഈ ഗ്ലൗസ് ഇട്ടിട്ടാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. നമുക്ക് അത്യാവശ്യം ചൂടോടെ അങ്ങനെ മാവ് കുഴച്ചെടുക്കാൻ ഉപയോഗിക്കുക. അപ്പം അതിന് ഞാനത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ മെയിൻലി നമുക്ക് ചേന അങ്ങനെയൊക്കെയുള്ള പച്ചക്കറികളുണ്ടല്ലോ, കയ്യിൽ ചൊറിയൊക്കെ ചെയ്യുന്ന പച്ചക്കറികൾ ആക്കുമ്പം അതിന് അങ്ങനെയൊക്കെ അലർജിയുള്ള ആൾക്കാർക്ക് ഇടാം ഇത്. പിന്നെ കറകളാവുന്ന പച്ചക്കറികളുണ്ടല്ലോ, പച്ചക്കായ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അരിയുമ്പോൾ അങ്ങനെ കറുത്ത കളർ വരും. പിന്നെന്താണ് വാഴപ്പിണ്ടിയൊക്കെ അരിയുമ്പോഴും ഒക്കെ നമ്മളെ കയ്യിലൊക്കെ അങ്ങനെ കറാവും. പ്രത്യേകിച്ച് നമ്മൾ ഡ്രൈസ് ആണ് നമ്മളെ കയ്യിൽ നിന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്തൊക്കെ നല്ല അടിപൊളി സാധനമാണത്. പിന്നെ ഈ ഒരു ഗ്ലൗസ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് കിച്ചണിൽ അരിയുമ്പോഴല്ല ഉപയോഗിക്കേണ്ടത്. ഇത് നമുക്ക് ഈ നമ്മൾ ഡീപ്പ് ക്ലീൻ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ക്ലോറക്സ് ഒക്കെ ഉപയോഗിച്ചിട്ടും ഡിറ്റർജൻ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും പാത്രങ്ങളാവട്ടെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇനി എന്തെങ്കിലും ഡ്രസ്സിൽ തന്നെ ക്ലോറക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് അലക്കുന്നതാണെങ്കിൽ ഈ ഗ്ലൗസ് പറ്റില്ല. കാരണം ഈ ഗ്ലൗസ് ഏകദേശം നമ്മൾ ആ റിസ്റ്റ് വരെ ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് ഈ സോപ്പ് പൊടിയൊക്കെ അലർജി ഉള്ള ആൾക്കാർക്ക് ഇങ്ങോട്ടേക്ക് തെറിക്കുമ്പോൾ അവിടെയൊക്കെ ചൊറിച്ചലോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതുപോലത്തെ ഗ്ലൗസ് ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു 3/4 വരെ അത് നിൽക്കുന്നുണ്ട്. ഇത് പല സൈസിലും അവൈലബിൾ ആണ്. നമ്മളെ കയ്യിൻ്റെ സൈസ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ആ സൈസ് വാങ്ങിയാൽ മതി. അപ്പോൾ അത് നല്ല യൂസ്ഫുൾ ആണ്. അതും ഒന്ന് വീട്ടിലുണ്ടാവണം, നല്ലതാണ്. പിന്നെ ഈ ക്ലിംഗ് റാപ്പിൻ്റെ ഉപയോഗം ഞാൻ മുമ്പിൻ്റെ ഒരു വീഡിയോയിലും വെജിറ്റബിൾ പ്രിസർവ് ചെയ്യുന്ന ആ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഞാൻ അല്ലാതെയുള്ള ഉപയോഗങ്ങളാണ് പറയുന്നത്. ഇതും എൻ്റെ ഒരു മെയിൻ സാധനമാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പാത്രങ്ങൾക്കൊന്നും
അടപ്പുണ്ടാവില്ല നമുക്ക്. പക്ഷെ ഒരു ഇത്തിരി എന്തെങ്കിലും ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ അങ്ങനെ തന്നെ വെക്കണം എന്നുള്ളൊരിതാണെങ്കിൽ വേഗം ഇത് വെച്ച് അങ്ങ് വെക്കുക. പെട്ടെന്ന് തന്നെ അത് നല്ല അങ്ങനെ ടൈറ്റായി അടഞ്ഞു നിൽക്കുകയും ചെയ്യും. നമ്മളൊരു അടപ്പ് വെച്ച് അടയ്ക്കുന്നതിനെക്കാട്ടും സൂപ്പറായിട്ട് അതവിടെ അങ്ങനെ നിൽക്കും. കണ്ടോ? അപ്പം ഇതിനൊക്കെ നമുക്കിപ്പോൾ ഒരു പ്രത്യേക അടപ്പുണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഒരു ഗ്ലാസ് ആവട്ടെ, ഒരു ചെറിയ പാത്രം ആവട്ടെ, പിന്നെ ഇപ്പോൾ ചിക്കനോ അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും നമ്മൾ മസാല പുരട്ടിയിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കണം, ഒരു 2 മണിക്കൂർ വെക്കണം. അപ്പോഴും നമുക്ക് ഇത് വെച്ചിട്ടാണ് അങ്ങ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. അപ്പോഴും നല്ല സൂപ്പറായിട്ട് അത് നിന്നോളും. നല്ല ക്ലോസ് ആയിട്ട് അവിടെ നിൽക്കും. നമുക്ക് വേറെ പ്രത്യേകിച്ച് അതിന് പാകമായിട്ടുള്ള അടപ്പ് അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിപ്പോൾ ഇനി നമുക്ക് എടുത്തിട്ട് കളയുമ്പോഴാണെങ്കിലും നമുക്ക് ഒരുപാട് പ്ലാസ്റ്റിക് വേസ്റ്റേജ് വരും എന്നുള്ളൊരു പേടി വേണ്ട. കാരണം ഇത് നമ്മൾ ഊരി കഴിയുമ്പോൾ അത്രയ്ക്ക് വലിയ പ്ലാസ്റ്റിക് ഒന്നുമില്ല. കണ്ടോ? ആകെ ഒരിത്തിരിയാണ് അതിൻ്റെ ഇതുള്ളത്. അപ്പോൾ അത് നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. നാട്ടിലാണെങ്കിലും നമ്മൾ പ്ലാസ്റ്റിക് ഒക്കെ സെപ്പറേറ്റ് വെക്കുന്നതല്ല. അതേപോലെ ഫ്രൂട്ട്സിൽ തന്നെ പ്രത്യേകിച്ച് നമ്മളെ തന്നെ വത്തക്ക, ഇങ്ങനെയുള്ള ഷമ്മാം, ഇതൊക്കെ ഇങ്ങനെ സെന്ററിൽ നമ്മൾ മുറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതുപോലെയുള്ള കവറിലിട്ട് വെച്ചാൽ പെട്ടെന്ന് നാശമായി പോകും. അപ്പോഴും ഈ ക്ലിംഗ് റാപ്പ് വെച്ചിട്ടാണ് നമ്മളിത് പൊതിഞ്ഞ് വെക്കുന്നുണ്ടെങ്കിൽ അത് നല്ല കുറേ ദിവസം നിൽക്കുകയും ചെയ്യും. ആ വെള്ളം ഇങ്ങനെ ഒലിച്ചൊലിച്ച് പിന്നെ നാശമായി പോവുകയില്ല. വത്തക്കയൊക്കെ നല്ല അടിപൊളിയായിട്ട് കുറേ ദിവസം നിൽക്കും. ഫ്രിഡ്ജിൽ നമ്മൾ സാധാരണ ആണെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പൊ അതും ഇല്ലാത്തവരൊക്കെ ഒന്ന് വാങ്ങിക്കൊണ്ടു. അത്ര ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഉപയോഗിക്കാൻ തുടങ്ങിക്കൊണ്ടു. നല്ല അടിപൊളിയായിട്ടാണ്. ഇത് പിന്നെ നമുക്ക് സിപ്ലോ കവറാണ്, പ്ലാസ്റ്റിക് കവർ. നമുക്ക് ഫുഡുകളൊക്കെ ഇതിൽ വെക്കാൻ വേണ്ടിയിട്ട്, ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫ്രീസറിൽ. അപ്പൊ ഞാൻ അങ്ങനത്തെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പൊ കാണാത്തവർ അതൊന്ന് കയറി കാണണം. ഒരു കിച്ചൺ ട്രിക്സ് എന്ന് പറഞ്ഞിട്ട് 2 പാർട്ടായിട്ട് ഇട്ടിട്ടുണ്ട്. അതിൽ ഞാൻ ഇതൊക്കെ പ്രിസർവ് ചെയ്യണത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ ആ സമയത്ത് ഞാൻ സിപ്ലോ കവർ ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ സാധാരണ കവറാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇത് എന്താ, ഞാൻ വെജിറ്റബിൾ ഒന്ന് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലിട്ടതാണ്. ഇതാകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് സിബ് തുറന്ന് പെട്ടെന്ന് സാധനങ്ങൾ എടുക്കാം. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ ഇങ്ങനത്തെ റോള്, ഈ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്നാളൊക്കെ ആ വീഡിയോയിൽ ഫുഡൊക്കെ ഇങ്ങനെ പ്രിസർവ് ചെയ്ത് കാണിച്ചത്. അപ്പോൾ ഈ സിപ്ലോ കവർ ഇല്ലാന്ന് വെച്ചിട്ടും പ്രശ്നമൊന്നുമില്ല. ഇങ്ങനത്തെ കവറും ഇത് ഇങ്ങനത്തെ വെജിറ്റബിളും ഫ്രൂട്ട്സ് ഒക്കെ വെക്കാൻ വേണ്ടി തന്നെ ഉള്ളതാണ്. അപ്പൊ ഇതും ഓരോരോ സൈസിലും അവൈലബിൾ ആണ്. പിന്നെ അപ്പൊ നമുക്ക് എത്ര ക്വാണ്ടിറ്റി വെച്ചാണോ വെക്കുന്നത്, കണ്ടോ? ഇതുപോലെ ഇങ്ങനെയായിരുന്നു ഞാൻ അന്നാള് ചെയ്ത് വെച്ചത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിപ്ലോ കവർ ഇല്ല എങ്കിലും ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ അതന്നെ പല സൈസിലും അവൈലബിൾ ആണ്. ഇങ്ങനത്തെ കവറുകൾ ഓരോരോ സൈസിലും ഉണ്ടല്ലോ. അപ്പൊ ഇത് നമുക്ക് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, താഴെ വെക്കാനല്ല. ഒക്കെ നമുക്ക് സാധനങ്ങൾ ഫ്രീസറിൽ വെക്കാൻ വേണ്ടിയിട്ട് ഓരോന്നിലും ഓരോ കവറിലാക്കിയിട്ട് അങ്ങനെ വെക്കാം. ഇനി ഈ ഒരു സാധനം നമുക്ക് ഗ്ലാസ് ക്ലീനർ പോലെയുള്ള ഒരു സാധനമാണ്. അതായത് ഡൈനിങ് ടേബിൾ ഒക്കെ, നമുക്ക് ഗ്ലാസിന്റെ ഒക്കെ ഡൈനിങ് ടേബിൾ ഉണ്ടല്ലോ, അതൊക്കെ നല്ലോണം പിഴിഞ്ഞ് തുടയ്ക്കാൻ വേണ്ടിയിട്ട്, ഈവൻ നമുക്ക് കാറിന്റെ ഗ്ലാസ് ഒക്കെ തുടച്ചാലും നല്ല നീറ്റായിട്ട്, വണ്ടിയൊക്കെ തുടയ്ക്കുമ്പോഴും ഒക്കെ അങ്ങനത്തെ ഇത് ഗ്ലാസ് ഒക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഈ ഒരു സാധനം ഉപയോഗിക്കാം. ഒരു ടിഷ്യൂ പേപ്പർ പോലെ, ഒരു തുണി പോലെ, അങ്ങനെയുള്ള ഒരു മൈക്രോ ഫൈബർ അല്ല, എന്നാൽ വേറൊരു ടൈപ്പ് ഒരു മെറ്റീരിയലാണത്. അങ്ങനെയുള്ളൊരു സാധനമാണ്. അപ്പം അതും ഞാൻ ഉപയോഗിക്കുന്നതാണ്. പിന്നെ അടുത്തത് നമ്മൾ ഒരു തരം ഈ ഗ്രേറ്റർ ആണ്. ഇതിന്റെ ഈ നീളത്തിലുള്ള 3 ബ്ലേഡാണുള്ളത്. ഇത് ആദ്യത്തേത് നീളത്തിലുള്ളത്, പിന്നെ ഇത് രണ്ടാമത്തേത് നമ്മൾ ക്യാരറ്റ് ബീറ്റ്റൂട്ടൊക്കെ അങ്ങനെ സാധാരണ ഗ്രേറ്റ് ചെയ്യുന്ന ആ ടൈപ്പ് സാധനമാണുള്ളത്. അപ്പൊ ഈ നീളത്തിലുള്ള സാധനം ഭയങ്കര ഉപയോഗമാണ്. അത് സാധാരണ നമ്മൾ വേറെ ക്രഷ് ചെയ്യുന്ന ടൈപ്പ് ഗ്രൈൻഡറൊക്കെ ഉള്ളത് നമ്മളിങ്ങനെ ക്രഷായിട്ടാണ് ഉണ്ടാവുക. ഉള്ളിയൊക്കെ, വലിയ ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഉള്ളി ഇത് നീളത്തിൽ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇത് സൂപ്പറാണ്. കാരണം കുറേ ക്വാണ്ടിറ്റി നമ്മൾ ബിരിയാണിയോ അല്ലെങ്കിൽ റമദാൻ മാസത്തിലൊക്കെ സമൂസ അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് നീളത്തിൽ അരിഞ്ഞ ഉള്ളിയാണ് അധികം വേണ്ടത്. അപ്പം നമ്മൾ ഉള്ളി ക്ലീൻ ആക്കി ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൽ വെച്ച് കൊടുത്തിട്ട് തിരിച്ചാൽ പിന്നെ നല്ലപോലെ ഇങ്ങനെ ചറപറ എന്നും പറഞ്ഞ് നല്ല നീളത്തിൽ തന്നെ സാധാരണ നമ്മൾ കത്തി വെച്ചിട്ട് അരിയണ പോലെ നീളത്തിലുള്ള ഉള്ളി കിട്ടും. അപ്പോൾ അധികം ക്വാണ്ടിറ്റി ഉള്ളി നമുക്ക് നീളത്തിൽ അരിഞ്ഞത് വേണമെങ്കിലൊക്കെ ഈ ഒരു ബ്ലേഡ് വെച്ചിട്ട്, ഇങ്ങനെ ഒരു 3 ബ്ലേഡാണല്ലോ ഇതിനുള്ളത്. അപ്പോൾ ഇത് ആണ് ഉള്ളി അരിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഇങ്ങനെ ഇതുവഴി വരും. അപ്പോൾ ഈ ബ്ലേഡ് നമ്മൾ മാറ്റി കൊടുത്താൽ മതി നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട്. ഇതും നല്ല ഒരു അടിപൊളി സാധനമാണ്, നല്ല ക്വാളിറ്റി സാധനമാണ്. പിന്നെ നമുക്ക് കൈകൊണ്ട് പറ്റിയിട്ടില്ലെങ്കിൽ ആ സാധനം വെച്ചിട്ടും അമർത്താം. പക്ഷെ എനിക്ക് കൂടുതലും അത് വെച്ച് അമർത്തുന്നതിനെക്കാളും കൈ കൊണ്ട് തന്നെ ആകുമ്പോൾ നമുക്ക് നമ്മളൊരു പ്രഷർ കൊടുത്തിട്ട് ചെയ്യുമ്പം നല്ല സ്പീഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ കണ്ടോ, ഉള്ളി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല നീളത്തിൽ തന്നെ നമുക്ക് ബിരിയാണിക്കൊക്കെ അരിയുന്ന പോലെ അങ്ങനെ വന്നിട്ടുണ്ട്.
അപ്പം ഇതാ ഇങ്ങനെയാണ് ഈ ഒരു ഗ്രേറ്ററിൻ്റെ ഈ ബ്ലേഡ് വെച്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഉള്ളിൻ്റെ വലിപ്പം. ഇനി അടുത്തത് നമുക്ക് സാധാരണ നമ്മൾ ഗ്രേറ്റ് ചെയ്യുന്ന ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്യാൻ ആദ്യം ഈ ഒരു ഇതാണ് ഉപയോഗിക്കുക. ഇതിൻ്റെ ഒരു വലിയ സൈസുമാണിത്. ഇനി ഇതിൻ്റെ ഒരു ചെറിയ ഒരു ബ്ലേഡുമാണുള്ളത്. നല്ല കുഞ്ഞി വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് മാറ്റിയിട്ട് കൊടുത്താൽ ക്ലീൻ ആക്കിയ ക്യാരറ്റോ ബീട്രൂട്ടോ ഇതൊക്കെയാണ് മിക്കവാറും ഞാൻ ഉപയോഗിക്കാറ്. ഇതിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് അതിങ്ങോട്ട് പോരും. പിന്നെ വീഡിയോ കാണുന്ന ആൾക്കാർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ആവശ്യമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കണേ. പിന്നെ എല്ലാവരും വീഡിയോ ഒക്കെ കാണാറുണ്ട്, പക്ഷേ സബ്സ്ക്രൈബും കൂടി ചെയ്താലാണ് ഇത് കുറേ ആൾക്കാർക്കും കൂടെ എത്തുക. കാരണം ഇത് പുതിയ ചാനലായതുകൊണ്ട് അത്ര സബ്സ്ക്രൈബേഴ്സ് ഇല്ലല്ലോ. അപ്പം കുറേ ആൾക്കാരിലേക്ക് അങ്ങോട്ട് എത്തൂല. അപ്പോൾ അതൊക്കെ ഒരു യൂസ്ഫുൾ വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇതാണ് പിന്നെ ചെറിയ ബ്ലേഡ്. അപ്പം ചെറിയ ബ്ലേഡ് വെച്ചിട്ട് പിന്നെ അധികം ഞാൻ വല്ലപ്പോഴേ ഞാൻ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ നമുക്ക് അടുത്തത് ഇങ്ങനെ ഈ ചട്ടിയൊക്കെ ഇങ്ങനെ മൂട് ഇങ്ങനെ റൗണ്ടിൽ വരുന്നതൊക്കെ അടുപ്പിൽ വെക്കുമ്പോൾ നമുക്ക് ഈ തീയിലോട്ട് മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ സ്റ്റാൻഡ്, ഇതും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതിനാകുമ്പോൾ ഇങ്ങനെ ഒരു ഹാൻഡിൽ കൂടെ വരുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സുഖമാണ്. നല്ലോണം കത്തിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ചൊരു ചൂട് വരുന്നേ ഉള്ളൂ, എന്നാലും നമുക്ക് മറ്റേ പാഡ് വെച്ച് പിടിച്ചിട്ട് എടുക്കാം. എന്നാലും ആ ഒരു ഹാൻഡിൽ ഉള്ളത് നല്ലതാണ്. കണ്ടോ, ഇതൊക്കെ പഴയതായതാണ്. പുതിയത് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ നോക്കിയപ്പോൾ പുതിയത് ഔട്ട് ഓഫ് സ്റ്റോക്കാണ്, സാധനം തീർന്നു പോയിട്ടുണ്ട്. ഇല്ല, ഇത് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് കാണിക്കാനാണ് ഞാൻ ഈ പഴയ ഇതൊക്കെ എടുത്ത് കാണിച്ചത്. ഞാൻ കുറേ കാലമായിട്ട് ഇത് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ കണ്ടോ, ഇത് തന്നെ ഇപ്പോൾ ചൂടൊക്കെ തട്ടി അതിൻ്റെ ഷേപ്പ് റൗണ്ട് ഷേപ്പ് ഉള്ളതൊക്കെ മാറി ഒരു ഓവൽ ഷേപ്പായി വന്നിട്ടുണ്ട്. ഇത് കുറേ ഇങ്ങനെ ചൂട് തട്ടിയാകുമ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ യഥാർത്ഥ കളർ. ഈ ഹാൻഡിലുള്ള ഈ കളറാണ്. ഈ കളറിലുണ്ട്, സ്റ്റീൽ കളറിലുണ്ട്, അങ്ങനെ പല പല കളറിലും പല സമയത്തും ഇറങ്ങാറുണ്ട്. പക്ഷേ ഇപ്പം സ്റ്റോക്ക് ഇല്ല. അപ്പം ഞാനിപ്പോൾ പഴയ തന്നെ നിങ്ങൾക്ക് കാണിക്കുകയാണ്. എന്നിട്ട് ഇത് വെച്ചിട്ടാകുമ്പം ചട്ടിയൊക്കെ വെക്കുമ്പം അതിനൊരു സ്റ്റാൻഡിനൊരു ഉറപ്പുണ്ടാവും, തീൻ്റെ ഇത്തിരി ഹൈറ്റിൽ നിൽക്കുകയും ചെയ്യും. അപ്പോൾ പിന്നെ ഈ സാധനങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാന്നുള്ളൂ. ഇതൊക്കെ ഇപ്പോൾ നാട്ടിൽ അത്ര ആവശ്യം ഉണ്ടല്ലോ. നമ്മൾ ഗ്യാസ് കുറ്റി വെക്കുന്ന അതാണ് വീലുള്ള. അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനൊക്കെ. നാട്ടിലാണെങ്കിൽ ഇപ്പോൾ അധികം എല്ലാവരും പുറത്തൊക്കെ അല്ലേ ഗ്യാസ് കുറ്റി വെക്കുന്നത്. അപ്പോൾ നാട്ടിലത് എത്രത്തോളം ആവശ്യമുണ്ടെന്ന് അറിയില്ല, പക്ഷേ അങ്ങനെയുള്ളൊരു സാധനം കൂടിയുണ്ട്. ഈ ഒരു ബ്രഷ് നമുക്ക് ടൈലിൻ്റെ ഇടയിലൊക്കെ ഉള്ള കറുപ്പ് നിറമൊക്കെ കളയാൻ വേണ്ടിയിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ളതാണ്. ഇത് നമുക്ക് കപ്പ ബിരിയാണിയോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ നല്ല വലിയ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഉടയ്ക്കാൻ വേണ്ടിയിട്ട് കപ്പ ഉടയ്ക്കാനും പൊട്ടറ്റോ ഉടയ്ക്കാനും അങ്ങനത്തേനൊക്കെ പറ്റും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ, നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്, ഇഷ്ടപ്പെട്ടാൽ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.